ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നന്നായി കഴുകി വെള്ളമൊക്കെ തോന്നുന്നതിന് ശേഷം ഇതൊന്ന് എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 സ്പൂൺ തൈരാണ്. 2 വലിയ സ്പൂണിന് 2 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പച്ചമുളക്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കറി വെക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമേ തന്നെ നമ്മൾ വെണ്ടയ്ക്ക എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. ഈ വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ വെണ്ടയ്ക്ക ഇതേപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് വറുത്തെടുക്കണം. ഇത് തുറന്ന് വെച്ച് തന്നെ നമ്മളത് വറുത്തെടുക്കണം. അപ്പോൾ വെണ്ടയ്ക്ക കറക്റ്റ് പരുവമായി വന്നിട്ടുണ്ട്. ഇതിലെ വഴുവഴുപ്പെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വെണ്ടയ്ക്കൊക്കെ കോരി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ജീരകം ഇട്ട് പൊട്ടിയതിന് ശേഷം 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള ചെറുതായി ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായി ഇളക്കിയെടുക്കാം. തൈര് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ തൈര് ഒഴിക്കാവൂ. തൈര് ഒഴിച്ചതിന് ശേഷം നമ്മളതിലേക്ക് വീണ്ടും തീ കത്തിച്ചതിന് ശേഷം നമ്മളത് അടച്ചു വെച്ച് ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഇതിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ നന്നായിട്ട് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരണം. അപ്പോൾ നന്നായിട്ട് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.